ഗ്രാമപഞ്ചായത്തിന് തന്നെ അഭിമാനമായിട്ടുള്ള കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിലാണ് നമ്മളുള്ളത്. ഇവിടെ കാണാനും കേൾക്കാനുമായിട്ട് ഒരുപാട് വിശേഷങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് സാർ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ കാക്കശ്ശേരി പറ്റി പറയുകയാണെങ്കിൽ തന്നെ ഒരുപാട് പ്രഗത്ഭരുടെ ഒരു നാട് കൂടിയാണ് കാക്കശ്ശേരി, അല്ലേ? കാക്കശ്ശേരി ഭട്ടതിരി മുതൽ വാസുദേവൻ ഇളയത് ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ മകൻ മുരളീധരൻ മാസ്റ്റർ ഉൾപ്പെടെ കാലടി യൂണിവേഴ്സിറ്റിയിലുള്ള ഡീനൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള മുരളീധരൻ മാസ്റ്റർ ഉൾപ്പെടെ രാധാകൃഷ്ണൻ കാക്കശ്ശേരി എന്ന് പറയുന്ന എഴുത്തുകാരൻ ഉൾപ്പെടെ ഇന്ന് ഏറ്റവും യുവ കവിയായിട്ടുള്ള പ്രസാദ് കാക്കശ്ശേരി വരെ എത്തി നിൽക്കുന്ന വലിയ ഒരു സാഹിത്യകാരന്മാരുടെ നാടാണ് ഇവിടെ. ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള വായനയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ശ്രീ PN പണിക്കർ നേരിട്ട് വന്ന് താമസിച്ച് ഇവിടെ ഗ്രാമീണ വായനശാല നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി കൂടി ചെയ്തിട്ടുള്ള സാഹിത്യരംഗത്തെ ഒരു വലിയ പ്രത്യേകതയുള്ള നാടാണ്. ഏകദേശം 102-103 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഒരു LP സ്കൂൾ എന്നുള്ള സങ്കല്പം വരുന്നത്. അതിനുവേണ്ടി 50 സെൻറ്റ് സ്ഥലം ഇവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തികൾ സംഭാവന ചെയ്തു. അതിൻ്റെ ഭാഗമായി ഇവിടെ ഓലയിൽ കെട്ടി പനമ്പൊക്കിയിട്ടിട്ടുള്ള ചെറിയ ഒരു ഷെഡാണ് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് കാലങ്ങളായി ജനകീയാസൂത്രണ സംവിധാനം വരുന്നതിൻ്റെ ഭാഗമായി ആ ഓല ഷെഡിന് മോചനം കിട്ടി ഒരു സിംഗിൾ ഷീറ്റ് കൊണ്ട് മേയുന്ന എന്നാലും ചൂട് പിടിക്കുന്ന രീതിയിലുള്ള സംവിധാനമൊക്കെ ആയിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഇത് അനാദായകരമായ സ്കൂളുകളിലെ പട്ടികയിൽപ്പെടുത്തി ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം വരെ നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് തുടർന്നു വന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികൾ ഘട്ടം ഘട്ടമായി പല രീതിയിലും ഇതിനെ സംരക്ഷിച്ചു പോരുന്നതിനുള്ള നിലപാട് സ്വീകരിച്ചു പോകുന്നു. ഇപ്പൊ കേരളത്തിൽ ഉച്ചഭക്ഷണത്തിന് പുറമെ പ്രഭാത ഭക്ഷണം, കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം ആദ്യമായി തുടങ്ങിയത് കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിലാണ്. ഇപ്പൊ പല സ്കൂളുകളിലും പ്രഭാത ഭക്ഷണത്തിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഈ കോവിഡ് കാലഘട്ടത്തിലും കുട്ടികളുടെ വീടുകളിൽ പ്രഭാത ഭക്ഷണം എത്തിക്കുന്ന രീതിയിലാണ് നമ്മുടെ പ്രവർത്തനം നടന്നത്. അത് വളരെയധികം ഈ നമ്മുടെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറും ജില്ലാ ഓഫീസറും ഒക്കെ പല യോഗങ്ങളിലും അഭിനന്ദിക്കുന്ന സംവിധാനം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് നമ്മൾ ആ ഓല ഷെഡിൽ നിന്നും ടിൻ ഷീറ്റിൽ നിന്നൊക്കെ മാറ്റം വരുത്തി നല്ല സൗകര്യമുള്ള കെട്ടിടം നിർമ്മിച്ചു. അതിൻ്റെ മേൽക്കൂര പഫ്ഡ് റൂഫ് ഉപയോഗിച്ചുകൊണ്ടുള്ള മേൽക്കൂര ചൂട് പിടിക്കാത്ത രീതിയിൽ നിർമ്മിച്ചു. പ്ലാസ്റ്ററിങ് നടത്തി, നല്ല പെയിൻറ്റിങ് നടത്തി, ശിശു സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷമാക്കി മാറ്റി. കുട്ടികളുടെ എല്ലാ ബെഞ്ചുകളും അവരുടെ ഇരിപ്പിടങ്ങളും ഒക്കെ മാറ്റി. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ബോർഡുകൾ, അവരുടെ പഠനോപകരണങ്ങൾ ആ രീതിയിലേക്ക് നമ്മൾ പ്രവർത്തനങ്ങൾ മാറ്റിയെടുത്തു. ആ സമയത്താണ് നമ്മുടെ MLA ശ്രീ മുരളി പെരുന്നെല്ലി അവരുടെ 40 ലക്ഷം രൂപ നമുക്ക് അനുവദിക്കുന്നത്. ഇവിടെ 2 നല്ല സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള 3 സ്റ്റോറി നിർമ്മിക്കാൻ പറ്റുന്ന ബേസിക് ഉള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ 2 ക്ലാസ് റൂമുകൾ നിർമ്മിച്ചു. അതിലൊരു ക്ലാസ് റൂം കുട്ടികൾക്ക് ഒരു പ്രത്യേകമായ ഇടങ്ങളാണ്, ഡാൻസിങ് ഒക്കെ ചെയ്യാൻ പറ്റാവുന്ന, അങ്ങനെ വലിയൊരു മാറ്റമാണ് നമ്മുടെ ഈ സ്കൂളിൽ വരുത്തിയിട്ടുള്ളത്. നമ്മുടെ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഒരുപാട് അഭിമാനകരമായിട്ടുള്ള ഒരു പ്രൊജക്ട് തന്നെയാണ് കാക്കശ്ശേരിയിലെ. ഇത് ഈ കാണുന്നത് ഇവിടെ മെഡിസിനൽ പ്ലാന്റ്സിന്റെ ഒരു കേന്ദ്രമാണിത്. ഇത് പല വ്യത്യസ്തമായ മരങ്ങൾ, അതിൻ്റെയൊക്കെ പേരുകളും ഒക്കെ എഴുതി വെച്ച് കുട്ടികളെ പരിചയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ചെറിയ അന്തരീക്ഷമാണുള്ളത്. ഈ കെട്ടിടമാണ് പ്രിയങ്കരനായിട്ടുള്ള MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. 40 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടാണ് നിർമ്മിച്ചത്. അതിന്റെ മുകൾ നിലയിൽ ഇപ്പോൾ SSKയുടെ 20 ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള 2ാമത്തെ കെട്ടിടം നിർമ്മിച്ച് കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് ബിൽഡിംഗ് ആണെങ്കിലും അതിന്റെ ആ ഒരു പെയിന്റിങ്ങും ഒക്കെ കുട്ടികളെ ശരിക്കും അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണല്ലേ? വരുമ്പോ തന്നെ സ്കൂളിൽ ശരിക്കും ഒരു പാർക്കിലേക്ക് വരുന്ന പോലെയാണ് കുട്ടികൾക്ക് തോന്നുന്നുണ്ടാവുക. കുട്ടികൾക്ക് പഠിക്കാനായി സ്കൂളിൽ പോകുക എന്നുള്ളത് അവർക്ക് ഒരു സന്തോഷകരമായ അനുഭവം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഇവിടേക്ക് വരാൻ കുട്ടികൾ കാലത്ത് എണീറ്റാൽ താല്പര്യം കാണിക്കുകയാണ്. അപ്പോൾ സാധാരണ കുട്ടികൾ സ്കൂളിൽ എത്താനുള്ള ഒരു മടി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. കാരണം ശരിക്കും അവരൊരു പാർക്കിൽ വരുന്ന ഒരു അനുഭവമായിരിക്കും അവരോട് വരുന്ന സമയത്ത്. എല്ലാം നമുക്ക് തന്നെ ഇത് കാണുമ്പോൾ സാധാരണ ഒരു ഗവൺമെന്റ് സ്കൂളിനെ പോലെയല്ല കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂൾ എന്ന് പറയുമ്പോൾ അത് ശരിക്കും വ്യത്യസ്തമാണ്. അത് നമ്മൾ ഭരണസമിതി വരുന്ന സമയത്ത് ഇവിടുത്തെ കുട്ടികളുടെ എണ്ണം 2020 ഇവിടെ കുട്ടികളുടെ എണ്ണം 42 ആയിരുന്നു. ഇപ്പോ 2025 ഇത്ര സൗകര്യങ്ങളൊക്കെ വന്നതിന്റെ ഭാഗമായി കുട്ടികളുടെ അഡ്മിഷൻ ഇപ്പോൾ ഈ വർഷം 108ലേക്ക് ഉയർന്നു. വല്ലാത്തൊരു നേട്ടമാണ്, വലിയ നേട്ടമാണ്. ഇത് അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന ഒരു സ്ഥാപനമായിരുന്നു. 50 കുട്ടികളിൽ താഴെയുള്ള സ്ഥാപനങ്ങൾക്ക് അൺഎക്കണോമിക് ആയതുകൊണ്ട് അത് അടച്ചുപൂട്ടുന്ന സംവിധാനത്തിലേക്ക് പെട്ട സ്കൂളാണ്. വലിയൊരു മാറ്റമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ശരിക്കും ഒരു മാതൃകയാണ് നമ്മുടെ നാട്ടില്. ഇതുപോലുള്ള അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന പല സ്കൂളുകൾക്കും അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കും ഒക്കെ ശരിക്കും കണ്ടുപഠിക്കാൻ അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായി കൊടുക്കുകയാണെങ്കിൽ അവരെ ഇങ്ങോട്ട് അന്വേഷിച്ച് വരുന്നത്. മാത്രമല്ല ഇവിടെ ഈ കെട്ടിടങ്ങളും സൗകര്യവും ഒരുക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്ന കൂട്ടത്തിൽ തന്നെ ഇവിടുത്തെ അക്കാദമിക് നിലവാരം മെച്ചപ്പെട്ടതാക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ കുട്ടികളെ കൂടെ കൂട്ടാം എന്ന് പറയുന്ന
ഒരു പദ്ധതി അലവടി ഗ്രാമപഞ്ചായത്ത് സംസ്ഥാനത്ത് ആദ്യമായി കൊണ്ടുവന്നിട്ടുണ്ട്. ഏതെങ്കിലും പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് പ്രത്യേകമായ പരിശീലനം കൊടുത്തുകൊണ്ട് മറ്റു കുട്ടികളുടെ കൂടെ ഈ കുട്ടികളെയും കൂടി ചേർക്കുന്ന ഒരു പ്രത്യേക പരിശീലന പരിപാടി കളക്ടറുടെ പ്രത്യേക സാങ്ഷനോട് കൂടി സംസ്ഥാനത്ത് ആദ്യമായി നടപ്പിലാക്കിയത് നമ്മളാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഈ SSKയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ കാണുന്ന ഗുഹാന്തരീക്ഷം, ഇതൊരു ഗുഹയുടെ അന്തരീക്ഷം, ഇത് ടോയ്ലറ്റിന്റെ ബ്ലോക്കാണ്. ഇവിടെ കുട്ടികളുടെ ഒരു ക്ലാസ് റൂമാണ് ഇതിനകത്തുള്ളത്. ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടവും ഒക്കെ ആയി കുട്ടികൾക്ക് കൗതുകം ഉണ്ടാക്കുന്ന തരത്തിലുള്ള വലിയ ഒരു പ്രവർത്തനം ഇതിനകത്ത്. ഒരു ചെറിയ ഗുഹയുണ്ട്, ഒരു പാലമുണ്ട്, പിന്നെ അതിനിടയിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഗുഹയ്ക്കകത്ത് ഒരു ക്ലാസ് റൂം ഉണ്ട്, അതിനകത്ത് കുട്ടികളുണ്ട്. അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് കാണാം അല്ലെ. നമുക്ക് ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് പോലും ഒരു കൗതുകം തോന്നുന്ന രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് ഈ ക്ലാസ് റൂമും കൂടെ കണ്ടിട്ട് പോവാം. ഡ്രോയിങ് ആണോ? നിങ്ങളെ കാണാൻ വേണ്ടി ചില ആളുകൾ വന്നിട്ടുണ്ട്. എല്ലാവരും മിടുക്കന്മാരല്ലേ? നിങ്ങളുടെ ക്ലാസ് റൂം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഒരു ഗുഹയുടെ അകത്താണോ നിങ്ങൾക്ക് ക്ലാസ്? നിങ്ങളുടെ സ്കൂളിന്റെ പേരെന്താ? ഇഷ്ടാണോ സ്കൂള്? ഇവിടെ എന്താ ഏറ്റവും ഇഷ്ടമുള്ളത്? എന്താ സ്കൂളാണ് ഏറ്റവും ഇഷ്ടം അല്ലേ? നല്ല ഭംഗിയുണ്ട് സ്കൂള് കാണാൻ. നല്ല യൂണിഫോമുകളാണ് ഇട്ടുള്ളത്, നല്ല ഉടുപ്പാണല്ലോ. ഇനി ഈ ഗുഹയുടെ അകത്ത് ഈ സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ടോയ്ലറ്റ് ആണ്, വാഷേരിയാണ്. നല്ല ക്ലീൻ ആയിട്ട് നീറ്റ് ആയിട്ട് തന്നെയുള്ള ഒരു വാഷേരിയാണ് കേട്ടോ. ഇതിനകത്ത് മൂന്ന് ടോയ്ലറ്റ് ആണ് ഉള്ളത്. അങ്ങനെ നമുക്ക് ഒരു ഗുഹയ്ക്കകത്ത് കയറിയ ഒരു ഫീലോട് കൂടെ തന്നെ അകത്ത് കയറാനും പുറത്തിറങ്ങാനൊക്കെ പറ്റും. ഇനി നമ്മൾ ഈ ബിൽഡിങ്ങിൽ വരികയാണെങ്കിൽ ഇവിടെ ഒരുപാട് കൗതുകങ്ങൾ ഉണ്ടെന്നാണല്ലോ കേട്ടത്. ഇവിടെ കുട്ടികളെ ആകർഷിക്കപ്പെടാൻ പറ്റുന്ന വ്യത്യസ്തമായ ഇടങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ഭാഷാ ഇടം, ശാസ്ത്ര ഇടം, നിർമ്മാണ ഇടം, വ്യാപാര ഇടം, ഗണിത സംവിധാനങ്ങൾ, അങ്ങനെ പുസ്തക റീഡിങ്ങിന് പറ്റിയ സ്ഥലങ്ങൾ, അങ്ങനെ വ്യത്യസ്തമായ ചെറിയ ചെറിയ ഇടങ്ങൾ ഇതിനകത്ത് ഒരുക്കിയിരിക്കുകയാണ്. കുട്ടികൾക്ക് എന്താണ് നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആ വിഷയം ആയി ബന്ധപ്പെട്ട ഒരു പച്ചക്കറി കടയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ പച്ചക്കറിയുടെ പ്ലാസ്റ്റിക് രൂപത്തിലുള്ള, ഫൈബർ രൂപത്തിലുള്ള എല്ലാ വസ്തുക്കളും വെച്ചുകൊണ്ട് ഒരു കച്ചവട കേന്ദ്രമാക്കി അത് മാറ്റണം. നേരിട്ട് ഒരു സ്ഥലത്ത് പോയി കാണുന്ന ഫീലിംഗ് ഉണ്ടാക്കുന്ന രീതിയിലാണ്. അത് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പ്രദേശമാണ്. ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്കും ഉണ്ടായിരിക്കും ഒരു ആകാംക്ഷ അത് കാണാനായിട്ട്. എനിക്കും ഉണ്ട്. അപ്പൊ നമുക്ക് കാണാം. ഇവിടെ കുട്ടികളുടെ ഒരു ഉറക്കൊക്കെ ആവുന്ന ആ ഒരു സമയമാണ്. എന്നാലും നമുക്ക് അവരെ ശല്യം ചെയ്യാതെ ഇടങ്ങൾ കാണാം അല്ലെ. അപ്പൊ നമുക്ക് കയറി വരുമ്പോ തന്നെ വരയിടം എന്ന് പറഞ്ഞിട്ടാണ് അല്ലെ. ഇവിടെയാണ് കുട്ടികൾ ബുക്സും അവരുടെ കളർ പെൻസില്, ക്രയോൺസ് എല്ലാം ഉള്ള വരയിടമാണ് ഇവിടെ ഉള്ളത്. ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ അല്ലേ. ഇപ്പുറത്ത് അവർ വരച്ചതൊക്കെ പ്രദർശിപ്പിക്കാനും, അതുപോലെ തന്നെ ഇവിടെ വരുമ്പോ ഭാഷാ വികസന ഇടം എന്ന് പറഞ്ഞിട്ടാണ് കുട്ടികൾക്ക് ഒരു പുസ്തകങ്ങളൊക്കെ വായിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കുട്ടികളുടെ പുസ്തകങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ കബോർഡൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അവരുടെ ഭാഷാ വികസന ഇടം. ഇതാണ് ഇവിടുത്തെ സാൻഡ് ട്രേ. ഇതിനകത്ത് ഇവർ ഏത് ടോപ്പിക്കാണോ പഠിപ്പിക്കുന്നത് അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഇതിൽ ഇപ്പൊ ഇവരെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കുടുംബം എന്നുള്ള ഒരു വിഷയമാണ്. അപ്പൊ അതിനെ കുറിച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ടോപ്പിക്ക് മാറുന്നതിനനുസരിച്ച് അവിടുത്തെ അറേഞ്ച്മെന്റ്സ് മാറും. അപ്പൊ കുട്ടികൾക്ക് ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ ടോപ്പിക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള സാൻഡ് ട്രേ ആണത്. അവിടെ ഗണിതയിടാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഗണിതയിടം. അപ്പൊ കണക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ ടോയ്സും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ചെറിയ ടൈം പീസ്, അപ്പൊ ടൈം പഠിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത്. അതുമായി ബന്ധപ്പെട്ട എണ്ണങ്ങൾ പഠിക്കാനും കൗണ്ട് ചെയ്യാനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ
ഇവിടെ വരുന്നുണ്ട്. ശാസ്ത്രയിടം, അപ്പോൾ ഈ ഇവിടെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ആ സമയത്ത് ഒരുക്കും, അങ്ങനെല്ലാം നമുക്ക് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. സയൻസ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഒരു ഏരിയയിലാണ് അത് അറേഞ്ച് ചെയ്യുക. ഫ്രൂട്ട്സിനെ കുറിച്ച് പഠിക്കാൻ, അതുപോലെ തന്നെ വെജിറ്റബിൾസിനെ കുറിച്ച് പഠിക്കാൻ, വീടും പരിസരം എന്നുള്ള രീതിയിലാണ് അതിന്റെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ കുട്ടികൾക്ക് ഇരിക്കാനുള്ള ഈ സൗകര്യങ്ങളൊക്കെ ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളും കൂടിയിട്ടാണ്. കുഞ്ഞു കുഞ്ഞു ബെഞ്ചുകളും അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് അറേഞ്ച് ചെയ്തത്. അതായത് പഞ്ചേന്ദ്രിയ ഇടാണിത്. ഇത് കുട്ടികളെ കൈകൊണ്ട് തൊട്ടും കണ്ണുകൊണ്ട് കണ്ടും മൂക്കുകൊണ്ട് മണം മനസ്സിലാക്കിയും ചെവി കൊണ്ട് കേട്ടും ഒക്കെ അവര് എല്ലാം കൂടി അവർക്ക് ആ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നും ഒരു ലഭ്യമാകുന്ന ഒരു 6ാമത്തെ സെൻസിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ആ രീതിയിൽ കണ്ടും കേട്ടും ഒക്കെ മനസ്സിലാക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പൊടിയിൽ കുറച്ച് മരപ്പൊടിയും എള്ളും അല്ലെങ്കിൽ നമ്മുടെ കാപ്പിപ്പൊടിയും പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കുട്ടിക്ക് ചോദിച്ചാൽ കുട്ടി ചിലത് രുചിച്ച് നോക്കിയിട്ടും ചിലത് മണത്ത് നോക്കിയിട്ടും അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അങ്ങനെ കുട്ടികളുടെ ഇന്ദ്രിയങ്ങളെ വികസിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ്. അങ്ങനെ ഓരോ കുഞ്ഞു കുട്ടികൾക്കും അവർക്ക് എങ്ങനെയൊക്കെ അവരുടെ ഒരു ഡെവലപ്മെന്റ് വേണം ആ രീതിയിലാണ് എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം കുട്ടികൾ നമുക്ക് എത്രമാത്രം ഇത് യൂസ്ഫുൾ ആവുമെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. കുട്ടികൾക്ക് അത്രയും തന്നെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങളെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട്, നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു സ്കൂൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ എന്നൊക്കെ പറയാം. കാരണം കുഞ്ഞു കുട്ടികൾ അവരുടെ വളർച്ചയിൽ പോകേണ്ട ആ ഒരു രീതിയിൽ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡെവലപ്മെന്റ് അവർക്ക് ഉണ്ടാവാനുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മുടെ കാക്കശ്ശേരി LP സ്കൂൾ. പിന്നെ ഫ്ലോറിംഗ് ഒക്കെ നല്ല വൃത്തിയായിട്ടുള്ള ടൈലുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇവിടെ ഈ ഉപയോഗിക്കുന്ന ഈ ടേബിളുകളൊക്കെ ഒരു പക്ഷേ വേണ്ടി വന്നാൽ നമുക്ക് ഉപയോഗിക്കപ്പെടാനും അല്ലാത്ത പക്ഷം നമുക്ക് താഴത്തേക്ക് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫോൾഡബിൾ ആണ് ഇവിടുത്തെ ടേബിളും കാര്യങ്ങളൊക്കെ. അപ്പൊ അത്രയും സ്പേസ് യൂട്ടിലൈസ് ചെയ്യാവുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് ഇതിന്റെ ആ ഒരു നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞ് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞിട്ടാണ് ഓരോ കാര്യം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് ഇവിടുത്തെ 4ാം ക്ലാസ് അല്ലേ? സ്മാർട്ട് ക്ലാസ് റൂം ആണ്. പ്രൊജക്ടർ ഉണ്ട്. നിങ്ങൾ പ്രൊജക്ടറിൽ കാണാറുണ്ടോ? വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ? എന്താ കാണാറ്? കാർട്ടൂൺസ് ഒക്കെ കാണാറുണ്ടല്ലേ? അപ്പോ ഇഷ്ടമാണോ നിങ്ങൾക്ക് സ്കൂള്? നല്ല ഭംഗിയുള്ള സ്കൂളാണല്ലേ നിങ്ങളുടെ? സ്കൂളിൽ വരാൻ ഇഷ്ടാ? പഠിക്കാനൊക്കെ ഉണ്ടോ? കുറെ ഉണ്ട്. 4ാം ക്ലാസ്സിലാണ് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത്. ഈ ക്ലാസ് 4ാം ക്ലാസ് ആണ്. അപ്പം എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കളർഫുൾ ആണ്. ഇവിടുത്തെ വോളൊക്കെ പെയിന്റിംഗ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല കളേഴ്സ് ഒക്കെ വെച്ച് അങ്ങനെയാണ് ഇവിടെ മൊത്തത്തിൽ. അപ്പോൾ ഇങ്ങനെ കുട്ടികൾക്കാണെങ്കിലും വരുമ്പോൾ ഒരു പ്ലെയിൻ ക്ലാസ് റൂമിൽ വരുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഇഷ്ടമായിരിക്കും ഇങ്ങനെയുള്ള ക്ലാസ് റൂംസിലൊക്കെ വരുമ്പോൾ. അപ്പം എന്തായാലും അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി അപ്പുറത്തെ ക്ലാസ്സിൽ പോകാം അല്ലേ? ഓക്കെ ബൈ. ഇപ്പം നമ്മളിതാ 1ാം ക്ലാസ്സിലാണ് എത്തിയിട്ടുള്ളത്. ഈ ക്ലാസ് റൂം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോകാൻ തോന്നില്ല. കണ്ടോ ഇവിടെ പെയിന്റിംഗ് ഒക്കെ. ഇങ്ങനത്തെ ഒരു ക്ലാസ് റൂം ഒന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല. എന്ത് രസമാണ് ഇവിടെ വരുമ്പോൾ തന്നെ. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇടം ഇലക്ട്രോണിക് സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആണല്ലേ? അതാണ് നമുക്ക് ഈ ഇടം ഇവിടെ. അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ ഫുൾ മ്യൂസിക് റിലേറ്റഡ് പെയിന്റിങ്സ് ഒക്കെയാണ്, ഡാൻസ് മ്യൂസിക് ഒക്കെയാണ് ഈ ക്ലാസ്സിലെ തീം വരുന്നത്. ഇതാണ് സംഗീത ഇടം. അപ്പോൾ നമുക്കിങ്ങനെ എന്താ പറയുക മ്യൂസിക് റിലേറ്റഡ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അങ്ങനത്തെ ടോയ്സും ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വെച്ചിരിക്കുന്ന ഈ ഒരു അലമാര കണ്ടു കഴിഞ്ഞാൽ അതൊരു ഗിറ്റാറിന്റെ ഷേപ്പിലാണ്. അങ്ങനെയാണ് ഇവിടുത്തെ എല്ലാ കാര്യം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇത് ഒരു ഗാലറി പോലെയാണ്. ഇവിടെ കുട്ടികൾ ഇരിക്കുന്ന ഈ ഒരു സീറ്റ് നമുക്ക് ഗാലറി പോലെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓപ്പോസിറ്റ് വരുന്നത് ഒരു സ്റ്റേജ് പോലെയാണ്. അപ്പോൾ നമുക്ക് അവിടെ കുട്ടികൾ പെർഫോം ചെയ്യും, ഇവിടെ കുട്ടികൾ ഇരുന്ന് കാണും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ അത് മാത്രമല്ല ഇത് അവരുടെ ഒരു മ്യൂസിക് റിലേറ്റഡ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ ആ ബെഞ്ചും ഡെസ്കും ബോർഡും എല്ലാം ആയിട്ടുള്ള ക്ലാസ് റൂമും ഉണ്ട്. പിന്നെ ഈ ക്ലാസ്സിൽ വേറെ ഒരു കാര്യം കൂടെ ഉണ്ട് അല്ലേ? നമുക്കത് കാണാം അല്ലേ? കണ്ടോ, നമ്മൾ ശരിക്കും ഒരു DJ പാർട്ടിക്ക് വന്ന ഫീലാണ്. ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോഴുള്ള കാര്യമാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ നമ്മുടെ പാട്ടൊക്കെ തുടങ്ങിയാലോ? നമ്മളൊരു കുട്ടിയായി പോവല്ലേ സാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ? നമ്മള്
മാറും തോന്നുന്നു. സാധാരണ സ്കൂള് നമ്മൾ പഠിക്കുന്നു, ബുക്ക് ഒരു ഇന്റർവെൽ ടൈം കിട്ടുമ്പോൾ അപ്പോൾ ബുക്ക് അടച്ച് പുറത്തേക്ക് ഓടുന്ന കുട്ടികൾ ആഘോഷമാക്കും ഈ ക്ലാസ് റൂമിലാണെങ്കിൽ അല്ലെ. ശരിക്കും ഒരു DJ പാർട്ടിയാണ്. അവർ ഇത്രയും ചെറുപ്പത്തിൽ അവരുടെ എന്താ പറയാ എല്ലാ കഴിവുകളും അവർക്ക് തുറന്നു കൊടുക്കുന്ന രീതിയിലാണ് നമ്മുടെ കാക്കശ്ശേരി സ്കൂള് അവരെ വളർത്തിയെടുക്കുന്നത്. ഇപ്പൊ പാട്ട് റിലേറ്റഡ് കാര്യങ്ങളാവുമ്പോൾ അവർക്ക് ഇവിടെ ഇരുന്ന് ഈ കൊട്ടും മേളവും അതിനൊപ്പം പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള ക്ലാസ് റൂംസ് വേണം എല്ലാ സ്കൂളിലും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. ഒരു മോഡൽ, അതെ തീർച്ചയായിട്ടും ഒരു തികച്ചും ഒരു മാതൃകയാക്കാവുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്. ഈ ഒരു കാര്യമെന്നല്ല, ഇവിടുത്തെ പല കാര്യങ്ങളും എല്ലാ സ്കൂളിലും മാതൃകയാക്കണം എന്നുള്ള തന്നെയാണ് പറയാനുള്ളത്. അതാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ ഫീൽ ചെയ്യുന്നത്. എല്ലാ കുട്ടികളും ആഗ്രഹിക്കുന്നതും അത് തന്നെയായിരിക്കും. നമ്മൾ കാക്കശ്ശേരി സ്കൂളിലെ ഹെഡ് മാസ്റ്ററുടെ റൂമിലാണ് നിൽക്കുന്നത്. സജീന്ദ്രൻ മാഷാണ് നമ്മുടെ കൂടെ ഉള്ളത്. മാഷെ കുറിച്ചൊന്ന് സാറ് പറയോ? കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിലെ HM പഞ്ചായത്തിന് വിട്ടുകിട്ടിയ ഒരു സ്ഥാപനത്തിന്റെ HM എന്നുള്ള നിലയ്ക്ക് എളവള്ളി പഞ്ചായത്തിന്റെ ഒരു ഇംപ്ലിമെന്റിംഗ് ഓഫീസർ കൂടിയാണ്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ എല്ലാ ചുമതല അദ്ദേഹമാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്തിന്റെ അവാർഡ് ലഭ്യമാകുന്ന ഘട്ടത്തിൽ നിർവഹണ ഉദ്യോഗസ്ഥന്മാരിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ 4 വർഷം നമുക്ക് അവാർഡ് ലഭിക്കുക. അതിൽ ഒരു നിർണായകമായ പങ്കുവഹിച്ച വ്യക്തിത്വമാണ് അദ്ദേഹം ഒരു സ്പോർട്സ് മാൻ കൂടിയാണ്. അദ്ദേഹം ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു, പിന്നീട് ഫുട്ബോൾ പരിശീലകനായി, ഇപ്പോൾ ഫുട്ബോൾ റഫറി കൂടിയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇവിടെ ആരോഗ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ നമ്മുടെ സ്ഥാപനം മറ്റു പല സ്ഥാപനങ്ങളും വ്യത്യസ്തമായ നിരവധി പ്രവർത്തനം നടത്തുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പ്രഭാത ഭക്ഷണം. അതിൽ മറ്റൊന്നാണ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി. ഇവിടെ പഠിക്കുന്ന പാഠപുസ്തകത്തിലെ അറിവ് മാത്രമല്ല, കുട്ടികൾക്ക് വേണ്ടി പഞ്ചായത്ത് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. കുട്ടികളെ പല സ്ഥലങ്ങളിലും ഫീൽഡ് ട്രിപ്പ് കൊണ്ടുപോകും. നടിയിൽ നടത്തുന്ന നെൽച്ചെടി നടുന്നതും അത് കൊയ്ത്തു നടത്തുന്നതും, അതുപോലെ കടലിനെ കാണിച്ചുകൊണ്ട് കടലാമയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതും, പ്ലാസ്റ്റിക് നിരോധിക്കേണ്ടതും കടൽ അതിന്റെ ഭാഗമായുള്ള നഷ്ടങ്ങളെ കുറിച്ചും, കുന്നിനെ കാണിച്ചു കൊടുത്തും കുന്നിന്റെ ഗുണങ്ങളെ കാണിച്ചു കൊടുത്തും, കുന്നിൻ ചെരുവിൽ നിന്ന് ഒലിച്ചു വരുന്ന ആ വലിയ വളക്കൂറുള്ള മണ്ണിനെ കുറിച്ചും, അതുപോലെ കുട്ടികൾക്ക് പോലീസ് സ്റ്റേഷൻ, കൃഷിഭവൻ, പോസ്റ്റ് ഓഫീസ്, ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചും ബാങ്കിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ വലിയ ഒരു സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി കൂടി നടപ്പിലാക്കണം. അതിന്റെ ഏറ്റവും ചുക്കാൻ പിടിക്കുന്ന അദ്ദേഹം ഈ സ്ഥാപനത്തിൽ വന്നതിന് ശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 42 നിന്നും 108 കുട്ടികളുടെ വലിയ ഒരു ഉയർച്ച അത് വലിയ സാധ്യമാക്കും. പിന്നെ ഇവിടെ കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുമ്പോൾ സാധാരണ ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാരൊക്കെ അതിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുക എന്നുള്ളതാണ്. നമ്മുടെ സജീന്ദ്രൻ മാഷ് ഈ സ്ഥാപനത്തിന്റെ HM ആയിരിക്കുമ്പോൾ ഒരു കാര്യം നടപ്പിലാക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൃത്യതയോടുകൂടെ ഓഡിറ്റ് ഒബ്ജക്ഷൻ ഇല്ലാണ്ട് സത്യസന്ധമായി സുതാര്യമായി ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. തീർച്ചയായിട്ടും നമുക്കിനി മാഷിന്റെ വാക്കുകൾ കേൾക്കാം. കാരണം ഇത്രയും മനോഹരമായിട്ട് ഈ സ്കൂൾ കൊണ്ടു നടക്കുന്നതിൽ അതിന് നല്ല താല്പര്യത്തോടു കൂടെ ഇടപെട്ടാൽ മാത്രമേ അത് ഒരു ജോലി എന്നുള്ള രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത്രയും ഭംഗിയായിട്ട് ഇത് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അത് അത്രയും ആത്മാർത്ഥതയോടുകൂടെ ആ ഒരു സ്നേഹത്തോടുകൂടെ കുട്ടികളോടും ഉള്ള സ്നേഹവും അതുപോലെ സ്കൂളിനോടുള്ള സ്നേഹവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇനിയും മനോഹരമാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും മാഷ്ക്ക് പറയാനുള്ളത് കേൾക്കാം നമുക്ക്. ഏതാണ്ട് 100 വർഷത്തിനും ഇപ്പുറം 103 വർഷം തികഞ്ഞ ഒരു വിദ്യാലയമാണിത്. ഈ ഗ്രാമത്തിൻ്റെ മുത്തശ്ശി എന്ന് പറയാം. എളവള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ഈ വിദ്യാലയത്തെ നോക്കിക്കാണുന്നത്. കാരണം ഈ വിദ്യാലയം എളവള്ളി ഗ്രാമപഞ്ചായത്തിലുള്ള ഏക സർക്കാർ വിദ്യാലയമാണ്. ഇതിൻ്റെ അമരത്ത് വന്നിരിക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അഭിമാനമാണുള്ളത്. കാരണം ഈ വിദ്യാലയത്തെ എക്കണോമിക് സ്കൂളാക്കി മാറ്റാൻ കഴിഞ്ഞത് ഒരു കാര്യം. രണ്ടാമത് നമ്മളെ വ്യത്യസ്തമായ ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്കിവിടെ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിന് എന്നെ ഒപ്പം നിൽക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ SSK ഉണ്ട്. ഇപ്പോൾ SSKയുടെ ബിൽഡിങ്ങാണ് നമ്മളവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് പഞ്ചായത്ത് എന്ന ഫർണിച്ചറുകളുണ്ട്. അതുപോലെ ഒരുപാട് വ്യത്യസ്തമായ പ്രോജക്റ്റുകളിലൂടെ നമുക്ക് ഇതിനെ മുന്നോട്ട് നയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം എൻ്റെ ഒപ്പം നിൽക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരുണ്ട്. ഇതിൻ്റെ PTCM ഉൾപ്പെടെയുള്ള ആളുകൾ ശരിക്കും ഇതിനു വേണ്ടി സ്വന്തം വീട് പോലെയാണ് അവരതിനെ കാണുന്നത്. ഒരു സമയമൊന്നും നോക്കാതെ നേരത്തെ വന്ന് നേരം വൈകി പോകുന്ന അവസ്ഥ, ആ ഒരു രീതിയിൽ സ്വന്തം വീട്ടിൽ എന്തൊക്കെ ചെയ്യുന്നു ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നുവെന്ന് മാത്രം. ഇതിൻ്റെ ഒപ്പം പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യാറുണ്ട്. അതുകൊണ്ടല്ല, അല്ലെങ്കിൽ തന്നെയും പഞ്ചായത്ത് പൂർണ്ണമായും നമ്മുടെ വിദ്യാലയത്തിന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും, ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് എളവള്ളി ഗ്രാമപഞ്ചായത്ത്. ആദ്യത്തെ ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്ന് പ്രഭാത ഭക്ഷണവുമായി ബന്ധപ്പെട്ട് കോവിഡ് കാലത്ത് RRTമാരെ വെച്ചുകൊണ്ട് വീടുകളിലേക്ക് കിറ്റ് എത്തിച്ചു കൊടുത്ത കേരളത്തിലെ ഒരൊറ്റ പഞ്ചായത്തുള്ള പ്രഭാത ഭക്ഷണ കിറ്റ് അത് എളവള്ളി ഗ്രാമപഞ്ചായത്താണ്. നമ്മുടെ പഞ്ചായത്തിൻ്റെ കൃഷ്ണമണി പോലെ നോക്കുന്ന ഈ വിദ്യാലയത്തെ അതുപോലെ നമ്മളും നോക്കേണ്ട നമ്മുടെ ഒരു ഉത്തരവാദിത്തമല്ലേ.
അപ്പോൾ അത് കൃത്യമായി തന്നെ നമ്മളത് നോക്കുന്നുണ്ട്, പറ്റാവുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത് നല്ല ഉയർച്ചയിലേക്ക് തന്നെ വരുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇല്ല, ആ ഒരു സംശയം നമുക്കും ഇല്ല. ഇത് കാണുന്ന സമയത്ത് നമുക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയും ഒരുപാട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കുറെ കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളും ചെയ്ത് പുതിയ പുതിയ തലത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു. വിദ്യാലയത്തിലെ പ്രഭാത ഭക്ഷണം എന്നുള്ള ഒരു ആശയം ആദ്യമായിട്ട് കേരളത്തിൽ കൊണ്ടുവന്ന കാക്കശ്ശേരി സ്കൂളിന്റെ അടുക്കളയാണ് ഇവിടെ കാണുന്നത്. ഇവിടുന്നാണ് കൊറോണ സമയത്തും കുട്ടികളുടെ വീട്ടിലേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു. ഈ ഒരു അടുക്കളയിൽ നിന്നാണ് അതിന്റെ ഒരു തുടക്കം അല്ലേ? നമ്മുടെ ഇവിടെ ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് RRT മുഖേന കുട്ടികളെ വീടുകളിലേക്ക് എത്തിക്കുന്ന, അത് കോവിഡ് കാലമായതുകൊണ്ട് അത്രയും ഹൈജീനായി വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് കൈകാര്യം ചെയ്തിരുന്നത്. അപ്പം അങ്ങനെ ഒരു സംവിധാനം കൂടി ഇവിടെയുണ്ട്. ഇവിടെ SSKയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കെട്ടിടം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതിന് ഭക്ഷണം പാകം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്റ്റാഫുണ്ട്. ഈ സ്ഥാപനത്തിന് മറ്റൊരു പ്രത്യേകത, ഈ സ്റ്റാഫ് പാറ്റേണിൽ പെട്ടിട്ടുള്ള മുഴുവൻ പോസ്റ്റിലും ഇവിടെ എപ്പോഴും ഫില്ലായിരിക്കും. ഇവിടെ ഒരിക്കലും ഏതെങ്കിലും ടീച്ചർമാർ ലീവ് എടുത്ത് ഒഴിഞ്ഞെടുക്കുക അല്ലെങ്കിൽ മാറിപ്പോവുക അങ്ങനെയില്ല. അതും എല്ലാ ടീച്ചേഴ്സും വളരെ എന്താ പറയുക ഡെഡിക്കേറ്റഡ് ആണ്. അവരൊപ്പം തന്നെ അതിന് യോഗ്യതയുള്ളവരാണ്. അവർക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുള്ളവരും കൂടിയാണ്. അപ്പം അത് ഈ സ്ഥാപനത്തിന് വളർച്ചയ്ക്ക് ഏറ്റവും വലിയ പ്രായമായി റിട്ടയർ ചെയ്യുന്നവർ അല്ലെങ്കിൽ അസുഖമുള്ളവർ അങ്ങനെ എല്ലാവരും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി അതിനോടൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് അതും ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക്, പിന്നെ ഒപ്പം തന്നെ PTA അതുപോലെ തന്നെ ഇതിനെ സ്നേഹിക്കുന്ന നാട്ടുകാരുടെ ഒരു വിങ് ഉണ്ട്. അപ്പോൾ അവർക്ക് അവരാവശ്യപ്പെടുന്ന ഫണ്ടും അതുപോലെ തന്നെ കെട്ടിടങ്ങളും സൗകര്യം ചെയ്തു കൊടുക്കുക എന്ന് പറയുമ്പോൾ അവരൊപ്പം നമുക്ക് ഒരു പിന്തുണയാണ്. കുട്ടികളൊക്കെ ചേർക്കാനൊക്കെ അവർ ഭയങ്കര ഇൻസ്പിറേഷൻ കൊടുക്കുകയാണ് നാട്ടുകാർക്ക്. അപ്പോൾ അങ്ങനെ കുട്ടികളുടെ എണ്ണമൊക്കെ വർദ്ധിപ്പിച്ചു വരും. അപ്പോൾ ഇവിടുത്തെ പാർട്ടി സംവിധാനങ്ങളും അതുപോലെ തന്നെ ക്ലബ്ബുകളും വായനശാലകളൊക്കെ കുട്ടികളുടെ യൂണിഫോം വിതരണം ചെയ്യുന്നത് അതുപോലെ വായനശാലകളാണ്. അങ്ങനെ കുട്ടികൾക്ക് വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ അവരും കൂടി തയ്യാറാക്കിയിട്ട് പോവുകയാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ എല്ലാവരും ചേർന്നുള്ള ഒരു കൂട്ടായ പരിശ്രമമാണല്ലോ. അത് തന്നെയാണ് കഴിഞ്ഞൊരു 5 വർഷത്തില് 42 കുട്ടികളിൽ നിന്നും 108 കുട്ടികളിലേക്കുള്ള ഒരു വലിയ വളർച്ച. അതിനുള്ള കാരണം ഈ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം തന്നെയാണ്. അപ്പൊ നമുക്കിനി ഈ ബിൽഡിങ്ങിലെ വിശേഷങ്ങൾ കാണാം. ഈ കെട്ടിടമായിരുന്നു ആദ്യം, ഇവിടെയാണ് ഒരു ഓല ഷെഡായിരുന്നു. ആദ്യത്തെ കെട്ടിടം മൺതറയിലാണ്. അവിടെ ഒരു ചെറിയ ഇത് പണിതിട്ട് ഓല മേഞ്ഞ് ചോർന്നൊരുക്കുന്ന സാഹചര്യമൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. 20 വർഷം മുമ്പ് വരെ അങ്ങനെയായിരുന്നു. ഈ ജനകീയാസൂത്രണ സംവിധാനം വന്നതിന് ശേഷമാണ് ഇതിന്റെ ഒരു കെട്ടിടത്തിന്റെ രൂപത്തിലേക്ക് വന്നത്. അതിനുശേഷം ഒരു ഓല മാറ്റി ഒരു സിംഗിൾ ഷീറ്റ് കൊണ്ട് നമ്മളിത് മേയുണ്ടായി. പിന്നീട് ഇപ്പോൾ പഫ്ഡ് റൂഫ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഡബിൾ സാൻഡ്വിച്ച് മോഡലാണ്. 2 ഷീറ്റിന്റെ ഇടയിൽ ആ സ്പോഞ്ച് പോലെയുള്ള സമയം. അപ്പോൾ അതുകൊണ്ട് ചൂട് വളരെ കുറവായിരിക്കും. മാത്രമല്ല നമ്മൾ സീലിംഗും കൂടി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കെട്ടിടത്തിന്റെ പ്ലാസ്റ്ററിംഗ് എല്ലാം പൂർത്തീകരിച്ച് പക്ഷി പറവുകളും ഇതും കടക്കാത്ത രീതിയിലുള്ള സംവിധാനം വന്ന് അടച്ചുറപ്പുള്ള ചുമരുകളും അതുപോലെ ആയി. ക്ലാസ് റൂമുകൾ വേറെ വേറെ തിരിച്ചു. ഒരു സ്റ്റേജ് ഉള്ളിലുണ്ടാക്കി. ഇവിടെ സ്റ്റാഫിന്റെ റൂം സൗകര്യപ്പെടുത്തി. അതുപോലെ തന്നെ കുട്ടികൾക്ക് അട്രാക്ട് ചെയ്യുന്ന ചെയ്തിരിക്കുന്നു. കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിലെ വിശേഷങ്ങളാണ്. ഇനി കാണാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. നമ്മൾ ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ട് നമുക്ക് ഇപ്പൊ കാണാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് അല്ലേ? അതെന്തൊക്കെയാ? ഈ ബിൽഡിങ്ങിന്റെ പിൻഭാഗത്തായിട്ട് നമ്മൾ ഹൈവേ മോഡലില് നിലത്ത് സീബ്ര ലൈനുകളും മറ്റു നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത ലൈനുകളും ഒക്കെ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് കുട്ടികൾക്ക് സ്റ്റേജ് പ്രോഗ്രാം അവതരിപ്പിക്കാൻ സ്റ്റേജിന്റെ ഇപ്പുറത്താണെങ്കിൽ ഇവിടെ ഒരു ഗുരുകുല സംവിധാനം എന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് മാവിൻ ചുവട്ടിൽ വന്നിരുന്ന് പകൽ സമയങ്ങളിൽ പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഒരു ഏറുമാടത്തിന് സംവിധാനം അപ്പുറത്ത് ഒരുക്കിയിട്ടുണ്ട്. സെൽഫി പോയിന്റുകളുണ്ട്. പിന്നെ ഇവിടെ ഒരു നല്ല ഗേറ്റ് നമ്മൾ നിർമ്മിച്ച് അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. ഗേറ്റിനോട് ചേർന്ന് ഇങ്ങോട്ടൊരു വഴിയും അതിലെല്ലാം ഇന്റർലോക്ക് വിടുന്നുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇവിടെ കുട്ടികൾക്ക് വേണ്ടി ഒരു ചെറിയൊരു പാർക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ MLAയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയ ഒരു ഓഡിറ്റോറിയം പോലെ ക്ലാസ് റൂമുകളാക്കാനും പറ്റും. എന്നാൽ അത് ഒരു ഓഡിറ്റോറിയം ആക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം കൂടി വരികയാണ്. ഇതും കൂടി വരുന്നതോടുകൂടി നമ്മുടെ അക്കാദമിക് നിലവാരവും അടിസ്ഥാന സൗകര്യങ്ങളുടെയും വർധനയോടുകൂടി എളവള്ളി ഗ്രാമപഞ്ചായത്ത് നേരത്തെ കൂട്ടി കണ്ടിട്ടുള്ള ഒരു സ്വപ്നമാണ് ഈ LP സ്കൂളിനെ ഒരു UP സ്കൂളായി അപ്ഗ്രേഡ് ചെയ്യുന്നതിനുള്ള ഒരു തീരുമാനം പഞ്ചായത്ത് എടുത്ത് വിദ്യാഭ്യാസ വകുപ്പിന് കൊടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിന്റെ ഒരു പോളിസിയുടെ ഭാഗമായി ഇത്തരത്തിലുള്ള LP സ്കൂളുകളെ അപ്ഗ്രേഡ് ചെയ്യുന്ന ഘട്ടത്തിൽ അത് പരിഗണിക്കും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ വേഗം തന്നെ നടക്കട്ടെ. അപ്പൊ നമ്മൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് മാറി വരുന്ന തലമുറയാണ്. അപ്പൊ അവരുടെ ആവശ്യങ്ങളും മാറി വരികയാണ്. അപ്പൊ അത് കണ്ടറിഞ്ഞ് മുൻകൂട്ടി അറിഞ്ഞ് അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ട് അവരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ സ്കൂൾ നമ്മൾ കാഴ്ചകൾ
ആശംസകളെല്ലാം. അപ്പൊ ഇനിയും അതിൽ ഒരുപാട് കാര്യങ്ങളും കൂടെ ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മുൻകൂട്ടി അറിയുന്ന അധ്യാപകരും PTA-യും പഞ്ചായത്തും പൂർവ്വ വിദ്യാർത്ഥികൾ അങ്ങനെ ഒരുപാട് പേര് ഇതിൽ വരുന്നുണ്ട്. എല്ലാവരുടെയും കൂടെ സഹകരണത്തോടു കൂടെ നല്ല രീതിയിലാണ് നമ്മുടെ കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഇവിടെ ഒരുപാട് കൗതുകങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികളെ അട്രാക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുതുതായിട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ എല്ലാവിധ ആശംസകളും.